ബഹുമാനപ്പെട്ട സഭയ്ക്കും ശ്രേഷ്ഠ ദൈവദാസീദാസന്മാർക്കും ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. All the respected one who are being here and watching us online, I greet you, every one of you, in the name of Jesus Christ. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോടൊപ്പം ഞാനായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വിലപിടിപ്പുള്ള ഒരു ശബ്ദമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. Today I am going to give you what the Holy Spirit has given me while I was being with God in my prayer room. ഈ ഒരു ദൈവിക ദൂത് കേൾക്കുന്നത് ഒരു പ്രസംഗം കേൾക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കരുത്. പകരം ദൈവസന്നിധിയിൽ ഒരു അനുഭവത്തെ സൃഷ്ടിക്കാനുള്ള മനസ്സോടുകൂടെ വേണം ഈ ദൂതിനെ പ്രാപിക്കാൻ. You should be hearing this word of God to make a miracle happen in your life. It should not be just for the sake of hearing something from him. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടൊരു വാക്ക് എഴുതി കാണിച്ചു. ഓർമ്മ 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 ഓർമ്മ. The Holy Spirit has written something for him. That word is memory. ആ സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ശരിയാണ്, ഒരുപാട് പേർക്ക് പരാതിയുണ്ട് മറന്നു കളഞ്ഞു എന്നുള്ളത്. ഒത്തിരി പേര് നമ്മളെ മറന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, മറന്നു കളയുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ ദൈവം എന്നും നമ്മളെ ഓർമ്മിക്കുന്നവനാണ്. Amen. That time I have remembered that many of the ones who stood with us have forgot us, but in the midst of that he made us remembered in his presence. അടുത്തിരിക്കുന്നവർക്ക് സ്നേഹത്തോടെ കരം കൊടുത്തിട്ട് പറയൂ, എൻ്റെ കർത്താവ് നിങ്ങളെ ഒരിക്കലും മറക്കത്തില്ല. Tell your neighbors that the Lord Jesus will never forget you. ആമേൻ. Amen. Yes. ഒരിക്കലും മറക്കത്തില്ല, എന്നെ ഒരിക്കലും മറക്കത്തില്ല. Jesus will never forget you. ഒരിക്കലും മറക്കത്തില്ല. Amen. Yes. ദൈവത്തിൻ്റെ ഓർമ്മയിൽ കയറിക്കൂടിയവരാ നമ്മളെല്ലാം. All of you have entered in the memory of God. ഹല്ലേലൂയ. Amen. Yes. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഓർമ്മ ചെറിയ ഓർമ്മയൊന്നും അല്ല. The memories about mind for Jesus, God, is not the simple ones. ഇന്നേതാ ദിവസം? Well, it's Friday. ഒന്ന് ചിന്തിച്ചിട്ടാ പറഞ്ഞ ഫ്രൈഡേ എന്ന്. Yes. ആമേൻ അല്ലേ? ഹല്ലേലൂയ. ഇന്നലെ രാവിലെ എന്നാ കഴിച്ചേ? എനിക്കറിയത്തില്ല, ഓർക്കുന്നില്ല, സത്യമായിട്ട് ഓർക്കുന്നില്ല. പൊറോട്ടയും എന്തോ ആണെന്ന് തോന്നുന്നു. നമ്മൾ മറന്നു പോകും. Yes, we will forget many things. പക്ഷേ ഈ തലയിൽ എത്ര മുടിയുണ്ടെന്ന് ചോദിച്ചാൽ കർത്താവ് ചാടി മറുപടി പറയും. But your God knows how many hairs are on your head. Praise the Lord. ഈ ആയുസ്സിലെ എത്രാമത്തെ ദിവസത്തിലെ എത്രാമത്തെ മിനിറ്റിലാണ് ഷിബി ബ്രദർ ഇപ്പോൾ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ കർത്താവ് കൃത്യം അത് പറയും. In your lifespan, what's the time you're standing in the minute of your lifespan, the God can tell you. ആമേൻ. ഇസ്രായേലിൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു വെള്ളിക്കാശിന് 2-3 കുരുവികളെ കിട്ടുമായിരുന്നു. In the age of Jesus in Israel, just for 1 or 2 silver coins, they could purchase some sparrows. ആ സമയത്ത് ഈ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇതുങ്ങളെ പിടിച്ച് കൊടുക്കുമ്പം 2 കീന്ന് 2 അല അരച്ചിട്ട് ഇത് ചിലതൊക്കെ ചത്ത് താഴെ പോകുമായിരുന്നു. Many sparrows, while selling it and hand over to the new owner, many of them died. അന്നേരം കർത്താവായ യേശു ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ആ കുരുകിളികളെ നോക്കുക, കുഞ്ഞു കുരുവികളെ നോക്കുക, നിന്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ അതിലൊന്നു പോലും താഴെ വീഴത്തില്ല. That time the Jesus informed to the disciple that just look into that sparrows, even without the knowledge of God, none of those sparrows would die and fell down. Praise the Lord. Amen. Yes. Praise the Lord. Amen. യെസ് ആൻറ്റി, യേശുവിന് ആ പുറത്ത് ആ മരത്തിലിരിക്കുന്ന കുരുവികളെ എന്നായിട്ടറിയാം. യേശുവിന് കുരുവികളെ ഓർമ്മയുണ്ട്. Jesus even remembered the small bird sparrows even sitting on the branch of those. ആ കുരുവികളെയും കാക്കകളെയും എൻ്റെ കർത്താവ് മറന്നിട്ടില്ലെങ്കിൽ നമ്മളെ അവിടുന്ന് നന്നായിട്ട് ഓർക്കുന്നുണ്ട്. Even the Jesus would never forget the sparrows and birds flying over. Definitely we are in his memory. വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങളിലേക്കാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. The Genesis chapter 8 from first onwards, the God is leading us. അവിടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. Amen. The Holy Spirit is speaking. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. Amen.
The God remembered Noah and every living things and all the cattle that was with him in the ark. അടുത്ത വാക്ക്, ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു. The next word is the God has made a wind to pass over the earth. വെള്ളം നിലച്ചു. Water has stopped. ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. The fountains also, the deep, the windows have stopped. ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. The rain even have stopped from heaven. ദൈവം ഒന്ന് ഓർത്തപ്പോൾ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് താഴോട്ട് പറയുന്നത്. The things happened when remembered by God something. That's what mentioned here. ഈ കർത്താവ് ഇന്ന് നിങ്ങളെ ഓർക്കും. ആ ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഇനി പറയാൻ പോകുന്നത്. The God is going to remember you, and what all the things are going to happen in your life, I am going to explain. ദൈവം സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. The God has ആരുടെ remembered. കൂടെയുള്ളേ? നോഹയുടെ കൂടെയുള്ളേ. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്നെ ഓർക്കുന്ന കൂട്ടത്തിൽ നിന്റെ വീട്ടിലെ കൂട്ടിക്കിടക്കുന്ന കോഴിയെ കൂടെ ദൈവം ഓർക്കും. If you are a child of God, while remembering you, the God will also remember the household and even insects in your house. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന നിങ്ങളുടെ ആടുമാടുകളെ, കന്നുകാലികളെ കർത്താവ് ഓർക്കും. If you are a child of God, your pet animal like cows and cattle would be remembered by God. ഒരു ദൈവ പൈതലുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും എൻ്റെ ദൈവം ഓർക്കുന്നു. The realms related to a child of God were remembered by God, even everything. അതിൽ നിങ്ങളുടെ വരുമാന മേഖലകളെ ദൈവം ഓർക്കുന്നുണ്ട്. The financial status the God is remembering. അതിൽ നിങ്ങളുടെ കൃഷി സ്ഥലങ്ങളെ ദൈവം ഓർക്കുന്നുണ്ട്. The God is thinking about the agriculture land of yours. അതിൽ നിങ്ങളുടെ കുഞ്ഞു പഠിക്കുന്ന സ്ഥലം ദൈവം ഓർക്കുന്നുണ്ട്. Even the God is remembering where your child is getting the education. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ജോലി ചെയ്യുന്ന രാജ്യവും അവർ ജോലി ചെയ്യുന്ന സ്ഥലവും അവിടുത്തെ ജോലിയുടെ എഫർട്ടും ദൈവം ഓർക്കുന്നുണ്ട്. Where your beloved ones are hard working, the country and their effort, the God is remembering. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന എല്ലാ മേഖലകളെ കുറിച്ചും നല്ല ജാഗ്രതയും ബോധ്യവും ഉള്ളവനാണ്. The God is very careful in all your realms and aspects of your life. അതുകൊണ്ട് അടുത്തിരിക്കുന്നവരോട് പേടിക്കേണ്ട. So tell your neighbors that fear not. Amen. Yes. പേടിക്കണ്ട. Amen. Yes. നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി, മാവ് കുഴയ്ക്കുന്ന തൊട്ടി അടുക്കളയിലോട്ടാണ് നോക്കുന്നേ. ഒരാമേൻ പറയണം. മാവ് കുഴയ്ക്കുന്ന തൊട്ടി അടുക്കളയിലോട്ട് നോക്കുകയാണ്. നിന്റെ ആ കന്നുകാലികളുടെ ആടുമാടുകളുടെ പിറപ്പ് നിന്റെ മൃഗങ്ങൾ നിൽക്കുന്ന കൂട്ടിലേക്കാണ് നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ അകത്ത് വരുമ്പോൾ പെരയ്ക്കകത്തേക്കാണ് നോക്കുന്നത്. നീ പുറത്ത് പോകുമ്പോൾ നീ പോകുന്ന പുറം സ്ഥലമാണ് നോക്കുന്നത്. നിന്റെ വയല്, നീ ജോലി ചെയ്യുന്ന നിന്റെ പ്രൊഫഷൻ, നിന്റെ ഫിനാൻഷ്യൽ ഏരിയ, നിന്റെ ജോലി, നിന്റെ ബിസിനസ്, അതിനെ നോക്കുന്നത്. The God is looking all of your house, even in the kitchen He is looking. Your agriculture land, the God is looking, and the birth of your livestock and your pet animals, even it's been looked by God Almighty. എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എൻ്റെ കർത്താവിന്റെ കണ്ണെത്തുന്നുണ്ട്. The eyes of the God is reaching in my every aspects and realms of my life. ആമേൻ. Yes. ആമേൻ. Yes. ദൈവം ഓർക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഞാൻ ഈ കാര്യങ്ങൾ എൻ്റെ ദൈവത്തെ ഓർമ്മിപ്പിക്കാറുമുണ്ട്. God even remember it, and every day even I am remembering God about these things. അപ്പ ഇന്ന് ഈ കാര്യം ഒന്ന് ചെയ്യാനുണ്ട്. ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ പരീക്ഷയാണ്. അപ്പ ഇന്ന് എനിക്ക് എത്ര രൂപയുടെ ആവശ്യമുണ്ട്. അപ്പ ഇന്ന് ആ ബിസിനസ് എനിക്ക് കിട്ടണം. അപ്പ ഇന്ന് എനിക്ക് ആ ജോലിയുടെ മേലെ പ്രൊമോഷൻ വേണം. അപ്പ ഇന്ന് വീടിൻ്റെ ഈ കാര്യം സാധിക്കണം. എല്ലാ കാര്യങ്ങളും ഞാൻ ഓർമ്മിപ്പിക്കും. We remind God about every needs and desires of our lives related to your work, education of your children, financial aspects, everything. I make the God remembered about ഒരു that. കാര്യം, Amen. നിങ്ങൾ എന്നെ ഒരു ദിവസം 3 തവണ വിളിച്ച് ഓർമ്മിപ്പിച്ചാൽ ഞാൻ ആ കാര്യം
ചെയ്യുന്നതിൽ ഇച്ചിരി താല്പര്യം കൂടുതൽ കാണിക്കും. If you make me remember, if you give me a reminder every day 3 times, definitely I would have more interest doing that things. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ അന്നേരം ഓർക്കും, ചിലപ്പം മറന്നു പോയേക്കും. One reminder may make me to forget what you tell. കൂടുതൽ തവണ ഓർമ്മിപ്പിച്ചാൽ കാര്യം നടപ്പിലാകുവാനുള്ള സാധ്യത കൂടുതലാണ്. The more you remind a thing, the possibility of fulfilling that matter you have more. എണ്ണം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാര്യം സാധിക്കുവോളം മടുത്തു പോകാതെ ആ കാര്യം ഓർമ്മിപ്പിക്കുന്നതിൽ വൈഭവം കാണിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. You are praying more than a time for a particular matter. You are attracting the attention of God on the fulfilling of that matter. ദാവീദ് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, David once said to God, നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസത്തിൽ 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. The law which has the justice, I will praise you 7 times for the day. ദാവീദ് രാജാവായതിൽ അതിശയിക്കാൻ ഒന്നുമില്ല. അയാൾ പ്രതി ദിവസം 7 തവണ വീതം ദൈവത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നവനായിരുന്നു. We don't have to be astonished if David became king. The reason behind it, every day for 7 times at least he used to remind the things to God. ദാനിയേൽ ഓരോ ദിവസവും 3 പ്രാവശ്യം വീതം ദൈവത്തെ കാണുന്നവനായിരുന്നു. Each day Daniel 3 times was seeing the God. അബ്രഹാം അതികാലത്തെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. Early in the morning the Abraham was seeking the face of God. കർത്താവിന്റെ ദാസനായ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അർദ്ധരാത്രിയിൽ ദൈവത്തെ തേടി ചെല്ലുന്നവനായിരുന്നു. Apostle Paul even in the midnight was in search of God. എല്ലാ ദിവസത്തിന്റെ സായാഹ്നത്തിൽ ദൈവം ആദാമിനെ തേടി ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. Every day evening God was descending searching Adam in Eden garden. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിക്കുക, എന്നാൽ ദൈവത്തെ നന്നായിട്ട് ഓർമ്മിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. Just tell your neighbors that if you are praying thoroughly and keenly, you are giving reminders to the God. Praise the Lord. Amen. Yes. ദൈവം നോഹയെ മാത്രമല്ല, നോഹയോട് കൂടെയുള്ള ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. God not only remembered Noah, but also every living things and cattle was with him the ark. അടുത്ത വാക്ക്, ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു. The next word is he made a wind pass through over the earth. ഒരു കാറ്റടിക്കാൻ പോവാട്ടോ. There is a wind to be passed through, blow. ചില ചലനങ്ങൾ ദൈവം നിന്നെ ഓർക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്. If there is a movement, it is the sign that the God is remembering you. ദൈവത്തിന്റെ ഓർമ്മയുടെ അടയാളമായ ഒരു കാറ്റ് നിന്റെ ദേശത്ത്, നിന്റെ ഭവനത്തിലേക്ക് ഈ ദിനങ്ങളിൽ വീശാൻ പോവുകയാണ്. The sign that the God is remembering on your matters, a wind is coming on your way in your native. Amen. 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 Yes. Praise the Lord. Praise God. Praise the Lord. Oh, praise God. ഒരു ചലനം ഉണ്ടാകാൻ പോവാ. There is a moment going to be occurred. ദൈവത്തിന്റെ ഓർമ്മയുടെ അടയാളമായ ഒരു ചലനം. As a sign of the remembering of God, it's coming. എൻ്റെ ദൈവം എന്നെ മറന്നിട്ടില്ലെന്ന് നിന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാറ്റ്. A wind that is on your way, you will remember that the God is not forgetting me. Praise the Lord. Amen. കർത്താവ് നിന്നെ വിട്ട് കളഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്ന നിലയിൽ ഒരു കാറ്റ്. It is going to prove, that wind is going to prove that the God hasn't left you behind. ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Hallelujah. Together we praise God. ഒരു കാറ്റടിപ്പിക്കാൻ പോവുകയാണ്. We are going to make wind pass through. ചില കാറ്റുകൾ തനിയെ വീശുകയില്ല. Some of the winds will not come it on. ആ സമയത്ത് ദൈവം അത് വീശിപ്പിക്കും. That same time the God will make that wind pass through. ചില ചലനങ്ങളെ ദൈവം സൃഷ്ടിക്കുന്നതാണ്. Some of the movements, the God is creating that movements. ദൈവം ഒരു കാറ്റ് അടുപ്പിച്ചു. A wind passed through that made by God. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു കാറ്റടിച്ചു. In the life of Job there was a wind. ആ കാറ്റിന്റെ പുറകിൽ സാത്താനായിരുന്നു. Behind that wind it was Satan who worked. സാത്താൻ നശിപ്പിക്കാൻ വേണ്ടിയാ കാറ്റടിച്ചത്. The Satan had to destroy him. That's the reason behind that wind. ഒരു ആമേൻ പറയണം. Amen. Yes. ഒരു ആമേൻ പറയണം. Amen.
പൗലോസ് സഞ്ചരിച്ച പടകിന് നേരെ ഒരു ഈശാനമൂലം എന്ന് പറഞ്ഞ കാറ്റടിച്ചു. There is a cyclone, a wind came to the boat, journeyed by the Paul. യേശു ശിഷ്യന്മാര് സഞ്ചരിച്ച പടകിന് നേരെ വേറൊരു കാറ്റടിച്ചു. Jesus and the disciple were sailing on a boat, a wind came. ആ കാറ്റിന്റെ പുറകിൽ ദൈവമല്ലായിരുന്നു, ആ കാറ്റിന്റെ പുറകിൽ ആ ദേശം ഭരിച്ചിരുന്ന ലെഗ്യോൻ സാത്താനായിരുന്നു. Behind that wind, the legion who ruled that particular area, he was behind that. Legion, yes. Hallelujah. എല്ലാ കാറ്റിന്റെയും പുറകിൽ ദൈവമല്ല. For every wind, not God is behind that. നിന്നെ നശിപ്പിക്കാനാണ് കഴിഞ്ഞ നാളുകളിൽ കാറ്റുകൾ ശ്രമിച്ചതെങ്കിൽ നിന്നെ വളർത്തുന്നതിനും നിന്നെ നിലനിർത്തുന്നതിനും വേണ്ടി ദൈവം ഈ ദിവസങ്ങളിൽ കാറ്റടിപ്പിക്കാൻ പോവുകയാണ്. If the wind has blown on you to destroy you, now the God is making a wind to make you lifted up and grow up. ചില കാറ്റടിച്ചാൽ വഴി തുറക്കും. If some wind is passing through, there is a way in that going to open. ഞാൻ ഇങ്ങോട്ട് ലൈവിൽ കൂടിക്കൊണ്ടാ വന്നേ. അപ്പൊ കടലിനെ ദൈവം വകഞ്ഞു മാറ്റുന്ന ഒരു കാര്യം പറഞ്ഞില്ലേ? യഹോവ ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. അതിന്റെ അർത്ഥം ചില കാറ്റ് ദൈവം അടുപ്പിക്കുന്നത് വഴിയില്ലാത്തടത്ത് നിനക്ക് വഴി തുറക്കാനാണ്. As like a wind came from the east, wind is going to open the ways for you. Where there is no way, the way is going to be created with that wind. ചില പ്രശ്നങ്ങൾ ഉള്ള നന്മയും കൂടെ ഇല്ലാതാക്കിയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം ഒരു ചലനമുണ്ടാക്കും. അതിലൂടെ നിനക്ക് ചില അവസരങ്ങൾ, വലിയ ചില നന്മകൾ തുറക്കപ്പെടാൻ പോവാണ്. Whatever the less amount of goodnesses have made destroyed by some small wind, but rather than that, the God is going to open a very big way with a wind going to be created by Him. Praise the Lord. Amen. Praise the Lord. Amen. ചില കാറ്റുകൾ ദൈവം അടുപ്പിക്കുന്നതിന്റെ പുറകിൽ തന്റെ ജനത്തിന്റെ ആഗ്രഹം സാധിപ്പിക്കുക എന്ന പദ്ധതിയാണ്. Behind some of the wind, God would like to give the fulfillment of the desires of the people. മാംസം വേണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ പാളയത്തിൽ മോശയോട് പരാതിപ്പെട്ടപ്പോൾ കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ലിവ്യാഥാൻ എന്ന കടൽ സർപ്പത്തെ ദൈവം ആ കടലിന്റെ മേൽത്തട്ടിലോട്ട് പൊക്കിക്കൊണ്ടുവന്നു. അവൻ തല പൊക്കി വന്ന മാത്രയിൽ ദൈവം ഒരു കാറ്റുകൊണ്ട് അവന്റെ തലയെ തകർത്തിട്ട് തലച്ചോറിനെ ചിതറിച്ചു. ആ ചിതറിത്തെറിക്കുന്ന ലിവ്യാഥാന തലച്ചോറിന് ദൈവം പപ്പും കൂടെ പിടിപ്പിച്ച് പാളയത്തിലേക്ക് കാടപ്പക്ഷികളാക്കി പറപ്പിച്ചു കൊണ്ടുവന്ന് തന്റെ ജനത്തിന്റെ കയ്യിൽ മാംസം കൊടുത്തു. അടിത്തട്ടി കിടക്കുന്ന നന്മകളെ പൊക്കിക്കൊണ്ടുവരുന്ന, നിന്റെ കയ്യിലോട്ട് അതിനെ വെച്ചു തരുന്ന ഒരു കാറ്റ് ഇന്ന് പകൽ വീശാൻ പോകുകയാണ്. In the wilderness of the tent of Israel, the Israel were complaining to the Moses that they wanted the meat. Oh, the God is breaking and shattering the head of the Leviathan and breaking it and shattering. Oh, the flesh is making the feathers out of that and coming as a meat for Israel. The God is going to break some of the head and make it flesh and make you eat the good meat. Oh, praise the Lord. Praise the Lord. Praise the Lord. നീ ദിവസങ്ങളിൽ കിട്ടുന്നില്ലേ, കൊതിയുണ്ട് എന്ന് പറഞ്ഞത് നിന്റെ കയ്യിലെത്തിക്കാൻ ദൈവത്തിന്റെ പ്രവൃത്തി ഭൂമിയിൽ വെളിപ്പെടുന്ന ഒരു കാറ്റിന്റെ രൂപത്തിലായിരിക്കും. Whatever your desire is going to give unto you, it will be in the form of a wind. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. In the word of God, it's saying that the saints' desires is going to be happened. നീ വളരെ ആഗ്രഹിച്ച ചിലതിന്റെ മേൽ വിടുതലായി എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. The deliverance of your most desired problems, the deliverance is coming on that. Thus says the Holy Spirit. Jesus. ശബരബഹസ്മനാഥന. ഉണങ്ങിപ്പോയതും ജീവനറ്റതും പ്രതീക്ഷ നഷ്ടപ്പെട്ടതും വേർപെട്ടു പോയതുമായ ബന്ധങ്ങളെ ഒത്തുചേർപ്പിക്കുവാനും നശിച്ചു പോയിടത്ത് തന്നെ തളിർപ്പിക്കാനും മുടിഞ്ഞു പോയിടത്ത് തന്നെ
ഒരു ശക്തിയോടുകൂടെ തിരിച്ചെഴുന്നേൽപ്പിക്കാനും ദൈവം തന്റെ കാറ്റിനെ അയക്കും. One hopeless and helpless separated relationship, and also from where nothing, the God is making it growing up. A wind is coming on your way to rebuild and to make you grow up. Praise the Lord. Amen. പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ പറയുന്നു, അസ്ഥിയുടെ താഴ്വരയിൽ എസെക്കിയേൽ നിന്നിട്ട് എല്ലാ കാഴ്ചയും കണ്ടു. മജ്ജയും മാംസവും വന്നു, ത്വക്ക് വന്നു, സകലതും വന്നു, പക്ഷേ ജീവൻ വന്നില്ല. In the valley of skeleton, Ezekiel is standing and watching the skeleton. The bones are made with the flesh and veins, but the life has not come in. കർത്താവിന്റെ ആത്മാവനോട് ഇങ്ങനെ പറയുന്നു, ഈ ദൈവിക ദൂത് ചില ദേശങ്ങളുടെ നടുവിൽ മുടിഞ്ഞു കിടക്കുന്ന ചില കുടുംബങ്ങളുടെ യാഥാർത്ഥ കാഴ്ചയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നീ പിച്ചി ചീന്തപ്പെട്ടതും അപമാനത്താൽ മുടിഞ്ഞു പോയതുമായ നിന്റെ ദേശത്തിന്റെ നടുവിൽ ദൈവം നിന്നെ ഒരു സൈനികനെ പോലെ എഴുന്നേൽപ്പിക്കുന്ന സമയം വന്നിരിക്കുന്നു. ഓഹോ, നിന്നെ ജീവിപ്പിക്കാനുള്ള കാറ്റിനോട് ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ഞാൻ പ്രവചിക്കുകയാണ്. ഇവർ ജീവിക്കേണ്ടതിന് ഈ വിഹിതന്മാരുടെ മേൽ ശ്വാസമേ വീശുക. The Holy Spirit is making me reminded that out of the valley of skeleton, as like you are dead and not alive in your native, a wind and a breath is coming to make you in the life of God. Oh, the breath. കാത്തിരിപ്പുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ദൈവം നിന്നെ അസൈൻ ചെയ്ത മിനിസ്ട്രിക്കകത്തേക്ക് നിന്നെ പവർഫുൾ ആക്കി കയറ്റുവാൻ തക്കവണ്ണം ഒരു അഭിഷേകത്തിന്റെ കാറ്റ് നിന്റെ മേൽ വീശാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ശക്തമായി സംസാരിക്കുന്നു. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇന്ന് പകൽ നീ കഴിഞ്ഞ നാളുകളിൽ വെയിറ്റ് ചെയ്ത ആ ഡിവൈൻ എൻകൗണ്ടർ നിന്റെ മേലൊരു കാറ്റായി പരിശുദ്ധാത്മാവിത തുറക്കുകയാണ്. Receive in the name of Jesus. The realms you have shut up in the realms of your ministries, till the time Satan has bounded the extravagance of your ministries, the boundaries of your ministries is going to broken. You are going to enter into a new realm of the ministry of God. The kingdom of God has selected you with a wind, with a breath. കാറ്റ്, ഈ കാറ്റിന്റെ പുറകിൽ ശത്രുവല്ല, ദൈവമാണ്. A wind behind it, not the demon, not your enemy, it's the God. Thank you, Jesus. Thank you, Jesus. പെട്ടകത്തിന്റെ അകത്തിരുന്ന നോഹ അറിഞ്ഞില്ല പുറത്ത് കാറ്റടിച്ചത്. The Noah didn't know who was sitting within the ark. There was a wind blowing outside. നീ അറിയാത്ത ചില മേഖലകളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമേറിയ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. The realms which you don't know, within that realm there is a powerful movement of Holy Spirit is happening. ചിലരുടെ ജീവിതത്തിൽ അവർ കണ്ടത് ഏറ്റവും ഉന്നതമായ ചില ഭൗതിക മഹത്വങ്ങളായിരിക്കും. പക്ഷെ ആ ഭൗതിക മഹത്വങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നതെന്ന് തെളിയിക്കാൻ ദൈവം തന്റെ കാറ്റിനെ അയക്കും. You have seen the glory of finance in your life and you are watching continuously that. But on the top of that, more than your financial blessings and realms, there is a wind is coming to make the glory of God descending on you. ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അയാൾക്ക് കുതിരകളെ ഭയങ്കര ഇഷ്ടമാണ്. With respect to Philippus, he liked the horses more. ഫിലിപ്പ് എന്ന് പറയുന്ന വാക്കിന് തന്നെ കുതിരകളെ പ്രണയിക്കുന്നവൻ എന്ന അർത്ഥം. Then the meaning of the word Philip, the name Philip, one who is in love with horses. ആ കാലഘട്ടത്തിലെ ഏറ്റവും ടോപ്പ് വാഹനങ്ങളായിരുന്നു കുതിരകൾ. The top model vehicles in those ages were the horses. അന്നത്തെ ഫിലിപ്പുമാർ ഇന്നത്തെ കാർ പ്രേമികളാണ്. Those days, the Philip, in today's age, they are the lovers of cars. ജീലസ് ബെൻസും Q7-ഉം. Those days, you know, the horses, we can compare it to today's Mercedes. നല്ല ബ്രാൻഡഡ് കാറുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് ആണ് ആ കാലഘട്ടത്തിലെ ഫിലിപ്പോസിന്. The mindset of a good person who is loving luxurious car, that's a mindset the Philippus had. അടുത്തിരിക്കുന്നവർ പറയുന്നൊന്നും തെറ്റല്ല, നീ ആഗ്രഹിക്കണം, കിട്ടും. Amen. Tell your neighbors that this is not wrong. Your desire for a car is not wrong. ഹോവന്റെ ദേശത്തിലെ ഉന്നതങ്ങളുടെ മേൽ വാഹനം ഏറുമാറാക്കും. Oh, rakabalabam shantanarigale, in the heights of your native, God will make you to travel on the vehicles. Praise the Lord. Yes. വാഹനങ്ങളുടെ ഒരു അനുഗ്രഹം ഇന്ന് വെളിപ്പെടുകയാണ്. Oh, the blessings in the vehicle is going to manifest today. Yes. ഞാൻ ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞ 5 കാറുകൾ ഉടനെ ഈ സഭ പ്രാർത്ഥിച്ച് നൽകും. I am proclaiming spirit that we are going to receive 5 new vehicles. I'm catching one of that. Amen. Amen. അന്ന് ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഗസ്സയിലേക്ക് പോവുക, ഗസ്സയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തൂടെ പോവുക. In the wilderness of Gaza, the Philippus were led by the Holy Spirit. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതല്ലേ, ആ വാക്ക് കേട്ടുകൊണ്ട് അങ്ങ് പോയി. He just obeyed what the Holy Spirit informed him. ടൗണിലേക്കല്ല, not to town. Amen. Amen. നിർജ്ജനമായ ഒരു പ്രദേശത്തേക്കാ പോകുന്നത്. To the wilderness he has been guided. നിർജ്ജന പ്രദേശത്ത് എന്നതാ ഉള്ളേ? What's there kept in wilderness? ഒന്നുമില്ല. Nothing. അതുകൊണ്ട് അതിനെ നിർജ്ജനം എന്ന് വിളിക്കുന്നത്. That's the reason it's wilderness. പക്ഷേ നിർജ്ജന പ്രദേശത്തേക്ക് പരിശുദ്ധാത്മാവാണ് അയക്കുന്നതെങ്കിൽ മിനിമം ഒരു രാജരഥം നിങ്ങളുടെ കാണും. If you are being sent to the wilderness with the Holy Spirit, at least a royal chariot is waiting for you. Oh. മുൻപോട്ട് നോക്കുമ്പോൾ ശൂന്യതയാണ് കാണുന്നതെങ്കിൽ ആത്മനിയോഗമുള്ളവന് റൂട്ട് വേറെയാ. ശൂന്യതയല്ല, നീ പ്രാപിക്കാൻ പോകുന്ന വലിയ നിക്ഷേപങ്ങളെയാണ്. When you are looking forward, is some lame and is seeing something's emptiness, but who is in the guidance of Holy Spirit is watching some goodness. ഫിലിപ്പോസ് നോക്കുമ്പോഴേ ഒരു രഥം പോകുന്നു. While Philippus was watching a chariot moving, Holy Spirit പറഞ്ഞ രഥത്തോട് ചേർന്ന് നടക്കുക. Holy Spirit asked him to walk along with the chariot. അതിനോട് ചേർന്ന് നടക്കുമ്പോൾ അതിൽ നിന്നും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം വായിക്കുന്ന ശബ്ദം കേൾക്കുന്നു. There is a voice from Isaiah chapter 53 he is hearing. Amen. Amen. കുതിരകളെ ഇഷ്ടപ്പെടുന്നവൻ കുതിര വലിക്കുന്ന രഥം കണ്ടു. The one who liked the horses have seen the horse is pulling the chariot. ഈ ഭൂമിയിലെ ഏറ്റവും ഉന്നതമായ വാഹനം ആ കാലഘട്ടത്തിൽ, the most highness vehicle of that age. അതും ഒരു രാജകീയ രഥം. It is a royal chariot. എത്യോപ്യൻ രാജ്യത്തിന്റെ കൊടി കെട്ടിയ രഥം. The flags which is posted on that the Ethiopians. Praise the Lord. Amen. Yes. Praise the Lord. അതിൽ ഇരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. There's a finance minister sitting within the chariot. Hallelujah. ശ്രേഷ്ഠമായ സമ്പന്നമായ ഒരു രാജ്യത്തിന്റെ സമ്പന്നതയുടെ കടിഞ്ഞാൺ പിടിക്കുന്ന ഒരു മന്ത്രി പോകുന്ന സമ്പന്ന വാഹനത്തോട് ചേർന്ന് ഫിലിപ്പോസ് നടക്കുകയാണ്. A minister who had the control of financial realm of that particular country is within that the Philippus is walking along with him. അന്ന് എല്ലാവരും പറയും, ഓ നിനക്ക് അതിനോട് ചേർന്ന് നടക്കാൻ ഒരു ഭാഗ്യം കിട്ടിയല്ലോ, ഇത്രയും വലിയതിനെ നീ അടുത്ത് കണ്ടല്ലോ. പക്ഷേ പരിശുദ്ധാത്മാവ് പറയാൻ പോകുന്നത്, മക്കളെ ഇതല്ല വലുത്, ഇതല്ല വലുത്. നീ ഷണ്ണനെ സ്നാനപ്പെടുത്തി കഴിയുമ്പോൾ അവൻ രഥത്തിൽ കയറും. നീ കയറാൻ പോകുന്നത് ആ രഥത്തിന് മീതെ നിന്നെ കൊണ്ടുപോകുന്ന എന്റെ വാഹനമായ കാറ്റിന്റെ അകത്തായിരിക്കും. Walking along with the chariot to the Philippus, everyone say you are a lucky person to even walk along with the chariot. But the Holy Spirit is saying that when you are giving baptism for that
eunuch sitting within that, the chariot. It is a prophecy fulfilling for you. You are going to enter into a wind which is carrying to the heavens. ഇതിനു മുൻപ് ആ രഥത്തിൽ കയറിയിട്ടുള്ള ആൾ ഏലിയാവാണ്. There's only one person entered into that chariot, who is Elijah. ഹല്ലേലൂയ. Amen. ഏലിയാവ് കയറിയ ശേഷം പിന്നെ ആരും ആ വണ്ടിയിൽ കയറിയിട്ടില്ല. After Elijah, no one has traveled in the chariot. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഒരു രണ്ടാം ഊഴമുണ്ട്. ഈ ഭൂമിയിലെ ഏറ്റവും ഉന്നതം ഇതാണെന്ന് കരുതിയവനെ തന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമായത് എന്റെ കയ്യിലുണ്ടെന്ന് തെളിയിച്ചു നൽകാൻ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിന് ഡോർ തുറന്നു നൽകി. ആത്മാവ് അവനെ കാറ്റിനാൽ എടുത്തുകൊണ്ടുപോയി. The doors are opened in front of Philippus. The Holy Spirit is taking him along with the wind. Amen. ദൂത് കേട്ടോളുക. Just, amen, yes. നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, നീ ഇന്നുവരെ കയറിയിട്ടില്ലാത്ത, നീ ഇന്നുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ജീവിത മേഖലയിലേക്ക് ഒരു കാറ്റ് നിന്നെ പിടിച്ചിടാൻ പോവാ. Just listen to the message of God. Something which you have never experienced and traveled and imagined in your life. This wind of Holy Spirit is pulling you up and putting in this new rhythm and aspects of your life. ഈ ഭൂമിക്ക് ഒരു സ്വഭാവമുണ്ട്. മുകളിലോട്ട് ഇടുന്നതിനല്ല താഴോട്ട് വലിക്കും. There's a gravitational force for this earth. Whatever is throwing up, it will just grab to downside. അത് എന്നെ മുകളിലോട്ട് ഇട്ടാലും താഴോട്ട് വരും. Whatever. ഈ മണ്ണിൽ രൂപപ്പെട്ടതെല്ലാം ഒരു പരിധി കഴിഞ്ഞാൽ താഴോട്ട് വരും. Whatever formed and up out of the soil, after a particular certain limit, it will definitely fall down. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പച്ച മലയാളത്തിൽ ഇങ്ങനെ അങ്ങ് വിളിച്ചോ, ഉയരാൻ അനുവദിക്കാതെ താഴോട്ട് വലിക്കുന്ന ശക്തി. We can call the gravitational force in that language some power stopping your growth and pulling you down. ഒന്ന് ഉയരാൻ ശ്രമിക്കുമ്പോൾ താഴേക്ക്. When you are pulling yourself up, it is ഒന്ന് തല പൊക്കി വരുമ്പോഴേക്കും പിന്നെയും താഴേക്ക്. again you are experiencing the falling. Amen. 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 ഈ ലോകത്ത് ഞാൻ ഒന്നിനെ ഉയർത്തത്തില്ലെന്ന് ഈ ഭൂമി പറയുമ്പോൾ എനിക്ക് പദ്ധതി ഉള്ളതിന് നിന്റെ അനുവാദം വേണ്ട എനിക്ക് ഉയർത്താൻ എന്ന് ഈ കാറ്റ് പറയുന്നു. When the world is saying that I will not make him grow up, the wind of Holy Spirit is saying that I have planned him to make lifted up. I don't want your permission to lift you up. ആരുയർത്തത്തില്ലെന്ന് പറഞ്ഞാലും നിന്റെ തലയെടുപ്പിനെതിരായിട്ട് ആരെഴുന്നേറ്റാലും ഈ ദിവസങ്ങളിൽ ഒരു കാറ്റ് വെളിപ്പെടാൻ പോകുകയാണ്. Against your growth, whatever is coming on your way, a wind is going to blow on that situation to lift you up. ബൈബിൾ ഒരു കാര്യം പറയുന്നു, വെട്ടിക്കിളിക്ക് രാജാവില്ല, പക്ഷേ അവനൊരു സൈന്യം പോലെയാ പുറപ്പെടുന്നത്. In the Bible it's saying that for locust there is no king, but it's coming like an army of soldiers. വെട്ടിക്കിളി എന്നാന്നറിയാവോ? You know what's locust? ആ വിട്ടില്, പച്ച വിട്ടിലും ഈ പുല്ലിലൊക്കെ വന്നിരിക്കുന്ന പുൽച്ചാടി, അത്രയുള്ള അതിന്റെ അർത്ഥം. The kind of grasshopper and the fiddles. അവന് പറക്കാൻ അറിയത്തില്ല. It doesn't know how to fly. പക്ഷെ പുള്ളി ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തോട്ട് ഒരു സൈന്യം വരുന്നില്ലെങ്കിൽ വരും. But from one place to another place it's coming in a group like an army is coming. ഈ ചിറകില്ലാത്തവൻ എങ്ങനാ പറക്കുന്നത്? How something which doesn't have the wings can fly? ചിറകുള്ള കാക്കയ്ക്ക് പറ്റുന്നില്ല. For even the crows which have the wings doesn't happening. തത്തമ്മയ്ക്കും മാടത്തേക്കും ഒന്നും പറ്റുന്നില്ല. Parrots can fly. ചിറകുള്ളവന്മാർക്ക് പറ്റാത്തത് ചിറകില്ലാത്ത നിനക്ക് എങ്ങനെ പറ്റും? If someone has the wings and it's not happening with them, how it can be happen to you without wings? ഞാനിത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനൊരു കമന്ററി വായിച്ചപ്പോൾ അത് ഇങ്ങനെ എഴുതിയേക്കുന്നേ, ഈ വെട്ടിക്കിളിക്ക് ചിറകില്ലെങ്കിൽ ഇവന്മാർ പറക്കും. പറക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു ഭയങ്കര ശ്രദ്ധയുള്ളവരാ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവൻ എപ്പോഴും കയറിയിരിക്കാൻ ഇഷ്ടം ഈ അനങ്ങുന്ന ചെടിയുടെ തുഞ്ചത്താ.
Amen. അതായത് എപ്പോഴും ഇവൻ അനക്കങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവനാ. എന്തിനാ ഇതിൻ്റെ തുഞ്ചത്ത് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവന്മാർ പുറപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൂരേന്നൊരു മുഴക്കം കേൾക്കും. ഈ മുഴക്കം കേൾക്കുമ്പോൾ ഇവന്മാരത് ശ്രദ്ധിക്കും. ആ ശ്രദ്ധിക്കുന്നത് എന്താ? വരുന്ന കാറ്റിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്നാ. ഈ കാറ്റിങ്ങനെ വീശി ഇങ്ങോട്ട് വരുമ്പോൾ ഈ തുഞ്ചത്തിരിക്കുന്നവന്മാരെല്ലാം കൂടെ ആ കാറ്റിനകത്തോട്ട് ഒരൊറ്റ ചാട്ടവാ. പിന്നെ ചിറകല്ല കൊണ്ടുപോകുന്നത്, ഈ കാറ്റവന്മാരെ കൊണ്ടുപോകുന്നത്. വിസയും പാസ്പോർട്ടും ഇല്ലാതെ അടുത്ത ടെറിട്ടറിയിൽ, അടുത്ത രാജ്യത്തുമാര് പോയി ചാടും. Without the wings, how this locust can fly? It will keenly sit in the edge of a stick which has the movement, and it's observing the wind is coming. When the wind is blowing and passing through, it will jump into that wind. The wind is carrying this locust from one place to another. Same like that, without the passports and without the visa, it's carrying out to the next country. ദൈവത്തിന്റെ കാറ്റിനകത്ത് ചാടി വീഴാൻ പഠിച്ചാൽ, അതിനകത്ത് കയറാൻ പഠിച്ചാൽ, നീ അടുത്ത കരയിലെത്തും. If you learn, if you seek how to jump into the wind of God, it will carry to your next level and countries. ദോഹയിലെ ജയിലിൽ കിടന്ന ഈ ആന്റിയെ ഒറ്റ ആഴ്ചക്ക് ഇപ്പുറം ഈ രാജ്യത്ത് എത്തിച്ചത് ഇതുപോലത്തെ ഒരു കാറ്റാ. The auntie who testified was in Doha's jail. Within a week she came here. She brought through a wind. അവിടെയുള്ളവരെ ഇവിടെയും, ഇവിടെ നിൽക്കുന്നവനെ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തേക്കും എത്തിക്കുന്നത് ഈ കാറ്റ് തന്നെയാ. This wind will make you to enter in it and to travel to the next country of your desire. പണ്ടൊരു മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങളുടെ നടുവിൽ വന്ന ഒരു പ്രായമുള്ളൊരു ദേവദാസന്, ഒരു ചെറുപ്പക്കാരനൊരു ദൂത് പറഞ്ഞു, ദൈവം നിന്നെ തൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ഇന്ന സ്ഥലങ്ങളിൽ അയക്കും. ഇത് കേട്ടപ്പോൾ ഇവൻ പറഞ്ഞു, പിന്നെ എന്നെയല്ലേ വിടാൻ പോകുന്നത്, ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് എന്നാ കാണിക്കാൻ, എന്നെ ദൈവം അയക്കുമോ? അങ്ങനൊന്നുമില്ല. ഇവനങ്ങനെ നിരാശ പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ദേവദാസൻ കണ്ണടച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, നീ താഴോട്ട് നോക്കടാ. താഴോട്ട് നോക്കിയപ്പം താഴെ കാച്ചാണത്ത് മൈതാനത്ത് ആ കാലഘട്ടത്തിൽ ഒരു സർക്കസ് നടക്കുക. ഈ ദേവദാസൻ ഒരു ഒറ്റ വാക്ക് പറഞ്ഞു, അവിടെ വളയത്തിൽ കൂടെ ചാടുകയും നാട്ടുകാരെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന കുറെ കുരങ്ങുകളുണ്ട്. ഒറ്റ കുരങ്ങൻ പോലും വിസയും പാസ്പോർട്ടും എടുത്തിട്ടല്ല ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ വന്നേ. മനസ്സിലായോ? ആ കുരങ്ങനെ കാണാൻ ടിക്കറ്റ് എടുത്ത് റാന്നി മുഴുവൻ അതിനകത്ത് കയറുന്നുണ്ടെങ്കിൽ നിനക്കൊരു കുരങ്ങനേക്കാളും വിലയുണ്ടെന്നെങ്കിൽ നീ മിനിമം മനസ്സിലാക്കിക്കോ. മനസ്സിലായവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാറ്റുണ്ട്, ആ കാറ്റ് ദൈവം അടുപ്പിക്കുന്നതാ. നിൽക്കുന്ന ഇടത്ത് നിന്ന് ചിലരൊക്കെ രഥത്തിലോട്ട് കയറുമ്പോൾ അവന് കയറാൻ വയ്യാത്ത പുതിയൊരു മണ്ഡലത്തിലേക്ക് ചിറകില്ലാത്തവനെ പറത്തിക്കൊണ്ടു പോകുന്ന ഒരു കാറ്റ്. ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. നീ കഴിഞ്ഞ നാളുകളിൽ കാത്തിരുന്നതിലേക്ക് നിന്നെ എത്തിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ കാറ്റ് നിന്റെ ജീവിതത്തിലേക്ക് വീശാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അധികാരത്തോടെ നിന്നെ നോക്കി പ്രവചിച്ചു പറയുന്നു. നീ ഒതുങ്ങിപ്പോയെടുത്തു നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. നീ താഴ്പോയെടുത്തു നിന്നെ ഉയർത്തുകയാണ്. ഇനി നിന്റെ ശക്തി കൊണ്ടല്ല നീ ഉയരുന്നത്, ഇനി നിന്റെ ശക്തി കൊണ്ടല്ല നീ പറക്കുന്നത്, ഇനി നിന്റെ ചലനം കാറ്റ് തീരുമാനിക്കും. ആ നിലയിൽ ദൈവ പ്രവൃത്തി നിന്റെ മേൽ സംഭവിക്കാൻ പോവുകയാണ്. There is a work of God happening for you. The wind will decide where you have to be taken to. Such work of God to be happened in your life. എന്റെ ദൈവം എന്നെ മറന്നിട്ടില്ലെന്ന് നീ അറിയുന്ന നിലയിൽ ദൈവത്തിന്റെ സ്മരണ വെളിപ്പെടുത്തുന്ന, വാഗ്ദത്തങ്ങളുടെ ഓർമ്മ പുതുക്കുന്ന, ദൈവ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന, നിന്റെ കാത്തിരിപ്പിന് ദൈവത്തിന്റെ കരുതൽ ഇറങ്ങി വന്ന്
നിനക്ക് കരം നീട്ടി തരുന്ന മഹത്വമേറിയ ഒരു ദൈവപ്രവൃത്തിയുടെ കാറ്റ് ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി നിന്റെ വീടിന്റെ പരിസരത്ത് വീശുന്നുണ്ട്. നീ കഥകളുടെ ചകത്തിരിക്കുന്നുണ്ട്, അറിയുന്നില്ലായിരിക്കാം. പക്ഷേ ഈ ദിവസങ്ങളിൽ ചില പ്രത്യാഘാതങ്ങൾ അതിന്റെ ഫലമായി നിന്റെ ജീവിതത്തിൽ നീ കാണും. ചില അത്ഭുത വിടുതലുകളെ നീ പ്രാപിക്കും. അപ്പോൾ നീ പറയും, ഇതിന്റെ പുറകിൽ എന്റെ ദൈവത്തിന്റെ ചലനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. Within your house you are shutting the doors and sitting and saying that nothing is happening, but a wind is moving around your house in such a way that you will say that the manifestation of the fulfillment of the God's promises is coming to the way of yours. Such a wind is blowing for you. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. Holy Spirit is speaking that the wind is passing through and the waters are soaked. 40 രാവും 40 പകലും നിൽക്കാതെ പെയ്ത മഴ അതോടെ നിന്നു. For 40 days and 40 nights continuously shedding rain has stopped. കുറെ നാളുകളായി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിന്റെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിന്ന ചില ഭീകരമായ പ്രശ്നങ്ങൾ ഇന്ന് ദൈവത്തിന്റെ കാറ്റിനാൽ അവസാനിക്കാൻ പോവുകയാണ്. Problems standing in your life for many days, not in the night, not in the morning, it is going to be removed and a new work of God is going to happen in you. Ramanaba Shamana Janam Dhanadia. Oh my God. Arthare Rebana Judara Kadal Katakadana. പുറകിൽ ആ നീല സാരി ഉടുത്തോണമെന്ന് അമ്മച്ചി ഒന്ന് എഴുന്നേറ്റേ. ചേച്ചി നിങ്ങളിപ്പോൾ കുറി തൊട്ടേ, ചേച്ചി ഒന്ന് തൊട്ടേ, ഒന്ന് എഴുന്നേറ്റേ. സാരിയില്ല, ഷോളാണല്ലേ. കർത്താവ് അടുത്ത് വന്ന് നിൽക്കുന്നത് അമ്മച്ചിയായിരുന്നോ? അവിടെ ആളെഴുന്നേറ്റു. കർത്താവ് കുറച്ചു നേരമായിട്ട് ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതാ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് 1-2 തവണ അതുവഴി അങ്ങനെ സഞ്ചരിച്ചിട്ട് പിന്നെയും വന്ന് അടുത്ത് നിൽക്കുന്നത് പോലെ ഞാൻ കണ്ടു. നിങ്ങളുടെ വീട്ടിലൊരു വിടുതൽ നടക്കാൻ പോവാ. യേശുവിൻ്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ നെഞ്ചിനകത്ത് എന്തോ ഒരു രോഗാവസ്ഥ പോലെ ഒരു ഭയങ്കര ഭാരമുണ്ട്. കർത്താവ് ഇന്ന് ആ വേദന എടുത്തു മാറ്റാൻ പോവാ. ജീസസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വസ്ഥത അങ്ങ് എടുത്ത് കളയുന്ന നിലയിൽ മാനസികാവസ്ഥയ്ക്കകത്ത് ശ്വാസം മുട്ടൽ സൃഷ്ടിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ അമ്മയെ നിങ്ങളുടെ മേൽ വെളിപ്പെടുക. പക്ഷെ കർത്താവ് ഇപ്പോൾ അതിനെ സൗഖ്യമാക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുക്കുന്നു. നിങ്ങൾ കാലുകുത്തി നിൽക്കുന്ന നിങ്ങളുടെ വസ്തുവിൻ്റെ അകത്ത് രൂഢമൂലമായി ദിവസങ്ങൾ എഴുന്നേറ്റിരിക്കുന്ന പ്രശ്നങ്ങളെ കർത്താവ് ശാസിക്കാൻ പോകുകയാണ്. യെസ്, നിങ്ങളുടെ കാലയിലൊരു വേദനയുണ്ട്. കർത്താവ് അതിപ്പോൾ എടുത്തു മാറ്റുക കേട്ടോ. ജീസസ് ആ കാലയിലോട്ട് കൈവച്ചു. യെസ്, ആ മുട്ടിന് താഴ്പോട്ട് ആ ഉപ്പൂറ്റി വരെ വ്യാപിക്കുന്ന ആ വേദന ഇപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ എടുത്തു മാറ്റുക. നീര് വെച്ച് കയറുന്നത് പോലെ ശരീരത്തിൽ വരുന്ന രോഗത്തിൻ്റെ ബന്ധനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് അഴിക്കുന്നു. തീർന്നില്ല, ആ ശരീരം ഇടയ്ക്ക് പുകയുന്നത് പോലെ ആ ശരീരം പുകയുന്നൊരവസ്ഥ അമ്മച്ചി അനുഭവിക്കുന്നുണ്ട്. ദൈവാത്മാവ് അതിനെ എടുത്തു മാറ്റുക. നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന, നിങ്ങൾ വസിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇറങ്ങുകയാണെന്ന് എന്നോട് കർത്താവ് പറയുന്നത്. ആ ദൈവദൂതൻ നിങ്ങൾ പാർക്കുന്ന വസ്തുവിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട്, നെടുകയും കുറുകയും സഞ്ചരിക്കുന്നുണ്ട്. അതിനാൽ ഒരു മഹത്വപൂർണമായ വിടുതൽ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അർത്ഥന ജഗതൽ പ്രൗഢിയാന്തൽ ഖനസ്മാനലക ശഹദിയാന്തന. സിമിസിസ്റ്ററെ ആ അമ്മച്ചിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. ആ വിടുതൽ കംപ്ലീറ്റഡ് ആകുക. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല.
യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. ഓ അങ്ങെപ്പോലെ അങ്ങേപ്പോലെ ആരുമില്ല. വെള്ളം നിലച്ചു, വെള്ളം നിലച്ചു. അടുത്ത വാക്ക് ഇങ്ങനെയാ പറയുന്നത്, ആഴിയുടെ ഉറവുകളും, ഇരുന്നോമേ, ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു. ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു. ഇത് ദൈവം പിന്നീട് ഒരിക്കൽ കൂടെ തുറന്നൊരു സമയമുണ്ട്. ആ വാക്ക് അതുപോലെ ദൈവം ഉച്ചരിക്കുന്നുമുണ്ട്. ഞാൻ നിനക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെയും ആഴത്തിന്റെ ഉറവുകളെയും ആകാശത്തിന്റെ കിളിവാതിലുകളെയും തുറന്ന് ഞാൻ നിനക്ക് സ്ഥലം പോരാതെ വണ്ണം സമൃദ്ധിയെ തരും. ഒരു കാലത്ത് ആഴം തുറന്നത്, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നത് ഭൂമിയുടെ നാശത്തിന് വേണ്ടിയാണെങ്കിൽ, ആ നാശത്തിന് വേണ്ടി തുറക്കപ്പെട്ട വാതിലുകളിലൂടെ നിന്നെ പ്രബലനാക്കാൻ ഞാൻ ഒരുക്കുന്ന നന്മകൾ തന്നെ ഈ ദിവസങ്ങളിൽ കയറി വരാൻ പോവുകയാണ്. ഏത് വിഷയത്തിൽ നീ തകർന്നു പോയോ, ഏത് ജോലിയിൽ നീ മുടിഞ്ഞു പോയോ, അതേ കാര്യത്തിൽ തന്നെ ഒരു ദൈവത്തിന്റെ അനുഗ്രഹ പദ്ധതി നിന്റെ കുടുംബത്തെ തേടി വരാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അധികാരത്തോടെ ഇന്ന് പകൽ ദൂത് വിളിച്ചു പറയുന്നു. There is a wind which brought the destruction. The doors of the heaven opened for the destruction of the Noah's age. But in the same age, the wind is carrying the blessings for you, not for the destruction. The Holy Spirit is saying that the same wind is going to bring the blessings for you. Praise the Lord. ആ അമ്മച്ചിയുടെ പേരെന്നായിരുന്നു അമ്മേ? ആ മുമ്പ് എഴുന്നേറ്റ് അമ്മയുടെ പേരെന്നായിരുന്നു? കേട്ടവരൊന്ന് പറഞ്ഞേ. എലിയാമ്മ. ഇരുന്നാലും അമ്മേ, ഇരുന്നാലും. ഹല്ലേലൂയ. ഇത് സെപ്റ്റംബർ മാസമല്ലേ? ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഞാൻ വളരെ ശക്തമായിട്ട് ഇന്ന് പകൽ പറയാം, അടുത്ത 3 മാസം കഴിയുമ്പോൾ ഈ വർഷം തീരും. പക്ഷേ ഈ 2024 തീരുന്നതിന് മുൻപ് ഇന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളുടെ മറുപടിയിലായിരിക്കും നിങ്ങൾ. I would like to inform you that proclaim you that before ending of 2024, whomsoever is sitting here and praying for some matters, that will be fulfilled before the end of 2024. ഈ ശ്രദ്ധിച്ച് കേൾക്കണം ഇനി പറയാൻ പോകുന്ന കാര്യം. കഴുത്തിൻ്റെ തലയുടെ ഈ തൊട്ട് പുറകിൽ നിന്ന് കഴുത്ത് വഴി ഒരു വേദന ഇങ്ങനെ ഇറങ്ങി അത് പുറം മുഴുവൻ വ്യാപിച്ച് നടുവിൽ വന്നതിങ്ങനെ മൂർധന്യതയിൽ നിന്ന് അപ്പോൾ തന്നെ നെഞ്ചിനകത്ത് ശ്വാസം മുട്ടൽ അനുഭവിക്കുകയും ഒരു കാലിലേക്ക് ഇങ്ങനെ ശരീരത്തിൻ്റെ ഒരു വശം ഇങ്ങനെ മരവിപ്പും വേദനയും, ഞാൻ ഈ പറഞ്ഞ ഇത്രയും ലക്ഷണങ്ങൾ ഒരുപോലെ അനുഭവിക്കുന്ന ആരായി കൂടെയുള്ള ഒന്ന് എഴുന്നേറ്റേ, ധൈര്യത്തോടെ എഴുന്നേറ്റേ. അവർ 2 പേരും മുമ്പിലേക്ക് വന്നേ. 1-2 ദൈവദാസിമാരോട് അവരുടെ കൂടെ വരുമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എത്ര നാളായി ഈ രോഗാവസ്ഥ തുടങ്ങിയിട്ട്? എത്ര നാളായി? അറിയാതെ, വിഷമിക്കാതെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ഈ മകളെ തൊടാൻ പോവാണ്. എല്ലാവരും ഈ മകളുടെ നേരെ കരം നീട്ടി സ്തോത്രം ചെയ്ത് സങ്കടപ്പെടാതെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ സമയമായി. നിങ്ങളുടെ ലൈഫിനെ നശിപ്പിക്കുന്ന പൈശാചിക മുദ്രകളെ ഞാൻ അഴിക്കുകയാണ്.
യേശു അതിനെ അഴിക്കുകയാണ്. യേശു ഇപ്പം നിങ്ങളെ തൊടുകയാണ്. നിൽക്കാൻ പോലും വയ്യാത്ത പോലെ നടുവിനും കാലിനും അതിഭയങ്കരമായി അനുഭവിക്കുന്ന വേദന മാറുന്നു. പോട്ടെ, യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ ദൈവിക വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ജീസസ്.